ഇന്ന് നാം പഠിക്കുന്നത് ദ പവർ ഓഫ് പേഷ്യൻസ് അഥവാ ക്ഷമയും കാത്തിരിപ്പും നൽകുന്ന ശക്തി എന്ന ആത്മീയ സത്യത്തെക്കുറിച്ചാണ്. പുരാതനജ്ഞാനികൾ പറഞ്ഞിരുന്നു, പ്രകൃതി ഒരിക്കലും തിടുക്കപ്പെടുന്നില്ല, എന്നിട്ടും എല്ലാം പൂർത്തിയാകുന്നു. ഒരു ദിവസം ഒരു ചെറിയ മുളയുടെ കുരു മണ്ണിനടിയിൽ കിടക്കുകയായിരുന്നു. അത് മണ്ണിനോട് പരാതിപ്പെട്ടു, എന്തുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇരുട്ടിൽ? എന്തുകൊണ്ടാണ് ഞാൻ ഒരു വലിയ വൃക്ഷമായിട്ടില്ല? മണ്ണ് മൃദുവായി മറുപടി പറഞ്ഞു, നിനക്ക് വളരാനുള്ള സമയം വരുന്നേയുള്ളൂ. മുളയുടെ കുരുവിന് അത് ഇഷ്ടമായില്ല. അത് ദിവസവും പരാതിപ്പെട്ടു, ഞാൻ എപ്പോൾ വളരും? ഞാൻ എപ്പോൾ പൂക്കും? ഞാൻ എപ്പോൾ വലിയവനാകും? അടുത്തായി ഒരു പഴയ വടവൃക്ഷമുണ്ടായിരുന്നു. അത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനും ഒരിക്കലൊരു ചെറിയ വിത്തായിരുന്നു. പക്ഷേ ഞാൻ പഠിച്ചത് ഒരു രഹസ്യമാണ്. എന്താണ് ആ രഹസ്യം? മുളങ്കുരു ചോദിച്ചു. വടവൃക്ഷം പറഞ്ഞു, ക്ഷമ. വേരുകൾ ആദ്യം വളരണം, ശേഷം തണ്ട്, പിന്നീട് ശാഖകൾ, അതിനുശേഷമാണ് പൂക്കളും ഫലങ്ങളും വരുന്നത്. പ്രകൃതി ഒരിക്കലും തിടുക്കപ്പെടുന്നില്ല. ദിവസങ്ങൾ കടന്നുപോയി, മഴ വന്നു, സൂര്യപ്രകാശം വന്നു, മുളങ്കുരു വളരാൻ തുടങ്ങി. മാസങ്ങൾക്ക് ശേഷം അത് മരമായ ഒരു ചെടിയായി. വർഷങ്ങൾക്ക് ശേഷം അത് ശക്തമായ ഒരു വൃക്ഷമായി. അപ്പോൾ അതിന് വടവൃക്ഷത്തിൻ്റെ വാക്കുകൾ മനസ്സിലായി. ഗുരു ഈ കഥ പറഞ്ഞ ശേഷം ശിഷ്യനോട് ചോദിച്ചു, നീ വിത്ത് നട്ട ഉടനെ ഫലം പ്രതീക്ഷിക്കുമോ? ഇല്ല ഗുരുവേ, ശിഷ്യൻ പറഞ്ഞു. അപ്പോൾ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഉടനടി ഫലങ്ങൾ മാത്രം പ്രതീക്ഷിക്കുന്നത്? ഗുരു തുടർന്ന് പറഞ്ഞു, ധ്യാനത്തിനും സമയം വേണം, ജ്ഞാനത്തിനും സമയം വേണം, ആത്മീയ വളർച്ചയ്ക്കും സമയം വേണം. ക്ഷമയുള്ളവർ യാത്ര ആസ്വദിക്കും, അക്ഷമരായവർ ലക്ഷ്യത്തിലെത്തും മുമ്പേ ക്ഷീണിക്കും. അവസാനം ഗുരു പറഞ്ഞു, ദൈവം ചിലപ്പോൾ പ്രാർത്ഥനകൾ ഉടനെ നൽകും, ചിലപ്പോൾ കാത്തിരിക്കാൻ പറയും, ചിലപ്പോൾ അതിലും നല്ലത് തയ്യാറെടുക്കും. ദൈവം ചിലപ്പോൾ പ്രാർത്ഥനകൾക്ക് ഉടനെ ബലം നൽകും, ചിലപ്പോൾ കാത്തിരിക്കാൻ പറയും, ചിലപ്പോൾ അതിലും നല്ലത് തയ്യാറാക്കുകയായിരിക്കും. അന്ന് ശിഷ്യനൊരു കാര്യം മനസ്സിലാക്കി. ക്ഷമ എന്നത് വെറുതെ കാത്തിരിക്കുകയല്ല, വിശ്വാസത്തോടെ കാത്തിരിക്കാൻ അറിയുന്നതാണ്. അതാണ് ആത്മീയ ശക്തിയുടെ ഒരു വലിയ ലക്ഷണം. എന്തുകൊണ്ടാണ് പ്രകൃതി തിടുക്കപ്പെടാത്തത്? എന്തുകൊണ്ടാണ് ആത്മീയ വളർച്ചയ്ക്ക് സമയം ആവശ്യമായത്? ക്ഷമയും വിശ്വാസവും ജീവിതത്തെ എങ്ങനെ മാറ്റുന്നു? ലളിതമായി നമുക്ക് മനസ്സിലാക്കാൻ മുളങ്കുരുവിലൂടെ ഗുരു പറഞ്ഞു തന്ന കഥ ഒരു കാരണമായി. താങ്ക് യു. നമസ്തേ. ദിസ് ഈസ് രഞ്ജിത്ത് ഫ്രം തൃശ്ശൂർ.